ഹായ് ഓൾ. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്ന വളരെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പാറ്റേണിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾക്കറിയാം 2025 നമ്മൾ ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ 2-3 ക്വസ്റ്റ്യൻ പാറ്റേണുകളാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതായത് നിങ്ങൾ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആൻഡ് ഈ ക്ലാസ്സിൻ്റെ ഒക്കെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഗൂഗിൾ ഡ്രൈവ് ലിങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ഇപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് A+ സീരീസ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ വർഷം ആക്ച്വലി ചെയ്ത വീഡിയോസ് ആണ്. പക്ഷെ ഒരുപാട് ആളുകൾ നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ പറ്റിയെന്ന് കമന്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് അത്രയും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ആക്ച്വലി 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് എ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്? ഇത് ഡയറക്റ്റ് ആണ്, ഇപ്രാവശ്യം ഇത് ചോദിച്ചു അല്ലെ. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ കോമ്പണൻസ് ഉണ്ട്? യെസ്, നമുക്കറിയാം. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് 4 കോമ്പണൻസ് ആണുള്ളത്. ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ, ലൂപ്പ് ബോഡി അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് കോമ്പണൻസ് ഓഫ് എ ലൂപ്പ് ഇൻ ദിസ് കോഡ്. ഈ ഒരു കോഡിൽ ആ കോമ്പണൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഡു വൈൽ ലൂപ്പ് ആണ്. അപ്പൊ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. നോക്കിയേ, എ ആദ്യം 20 ആക്കിയേ. അതേപോലെ തന്നെ ഡു എന്ന് പറഞ്ഞ് നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സം പ്ലസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം എനെ എന്ത് ചെയ്യുക, സമ്മിലേക്ക് കൂട്ടി കൂട്ടി ആഡ് ചെയ്യുക. അതാണ്, അതായത് സം പ്ലസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിന്റെ മീനിങ് എന്താണെന്ന് നമുക്കറിയാം. സം ഈക്വൽ ടു സം പ്ലസ് എ എന്നാണ്. ഓരോ പ്രാവശ്യവും എന്റെ വാല്യൂ കൂട്ടുക, സമ്മിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ആക്ച്വലി ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്. അപ്പൊ എഗൈൻ നിങ്ങൾ നോക്ക്, ഇവിടെ എയിലേക്ക് കൂട്ടിയിട്ട് കൊടുത്തു. അതുപോലെ തന്നെ കണ്ടോ, ഇതാണ് നമ്മൾ അപ്ഡേഷൻ. ആക്ച്വലി നോക്ക്, A=A+5. അപ്പൊ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതും എനെ ബേസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ കണ്ടോ, കണ്ടീഷൻ എന്താ, A<=40. അപ്പൊ എല്ലാം ചെയ്യുന്നത് എനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഒരു ലൂപ്പിന്റെ കോമ്പണൻസ് ചോദിച്ചാൽ നിങ്ങൾ ആക്ച്വലി എഴുതേണ്ടത് അല്ലെ, ഇനീഷ്യലൈസേഷൻ ഏതാണെന്നുള്ളതാണ്. അപ്പൊ ഇനീഷ്യലൈസേഷനിൽ നിങ്ങൾ ആൻസർ കീ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ A=20 സം=0 ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ സം=0 എന്നുള്ളത് ഇനീഷ്യലൈസേഷനിൽ നിങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള A=20, ആദ്യം അതാണല്ലോ സെറ്റ് ചെയ്യുന്നത്. എന്റെ വാല്യൂ 20 ആക്കി ഇനീഷ്യലൈസ് ചെയ്തു അല്ലെ. പിന്നെ നമുക്ക് എഴുതേണ്ട എന്താണ്, ഇനീഷ്യലൈസേഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുതേണ്ട എന്താണ്, ടെസ്റ്റ് എക്സ്പ്രഷൻ. അതിലൊരു ഡൗട്ടും ഇല്ല. വൈൽ എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള സാധനമായിരിക്കും A<=40. ഇതായിരിക്കും നമ്മളെ കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ. ആൻഡ് മൂന്നാമതായിട്ടുള്ളത് അപ്ഡേഷൻ ആണ്. അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എ ആണ് നമ്മൾ വാരിയബിൾ. എ ആണ് ഇവിടെ ആക്ച്വലി നമ്മളൊരു പേരൊക്കെ വിളിക്കും, ലൂപ്പ് കൺട്രോൾ വാരിയബിൾ എന്ന് വിളിക്കും അല്ലെ. ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന വാരിയബിളിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂപ്പ് കൺട്രോൾ വാരിയബിൾ. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് തന്നിട്ടുള്ള ലൂപ്പിന്റെ കേസിൽ നമ്മളെ ലൂപ്പ് കൺട്രോൾ വാരിയബിൾ എ ആണ്. അപ്പൊ ആ എനെ എവിടുന്നാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് നോക്കിയാൽ മതി. കണ്ടോ, A=A+5 എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ 5 കൂട്ടി അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഇതായിരിക്കും നമ്മളെ എന്ത് പാർട്ട് വരിക, അപ്ഡേഷൻ പാർട്ട് വരിക, A=A+5 എന്ന് പറയുന്നത്. ഇനിയിപ്പോ ബോഡി വളരെ സിമ്പിൾ ആണ്. ഈ ഡു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഓപ്പണിങ്ങും കാണാൻ പറ്റും, ക്ലോസിങ്ങും കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ് പൊതുവെ ബോഡി. അപ്പൊ നിങ്ങൾ ആലോചിക്കും, സർ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ബോഡി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ആലോചിക്കും, സർ ഇത് മൊത്തമാണോ ഇതിൻ്റെ ഉള്ളിലുള്ള ബോഡി? അല്ല, അത് മൊത്തം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ A=A+5 നമ്മൾ ഓൾറെഡി അപ്ഡേഷനിൽ പറഞ്ഞല്ലോ. അപ്പൊ അതിന് ബാക്കിയുള്ള സാധനം ഉണ്ടല്ലോ, ഇതായിരിക്കും ലൂപ്പിന്റെ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ലൂപ്പിന്റെ ബോഡിയിൽ സം+= എന്ന് കാണിച്ചാൽ മതി. ഇനിയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൊത്തം എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. കാരണം ഓപ്പണിങ്ങിന്റെയും ക്ലോസിങ്ങിന്റെയും ഉള്ളിൽ മൊത്തത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. എന്താണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്നൊക്കെയായിരുന്നു ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ നമ്മൾ ഏകദേശം ലാസ്റ്റ് പാർട്ടിലൊക്കെ ആയിട്ടാണ് ചെക്ക് ചെയ്യുക. അതായത് ലൂപ്പ് എന്തായാലും അറ്റ്ലീസ്റ്റ് വൺസ് എക്സിക്യൂട്ട് ചെയ്യും. ഈവൺ അല്ലെ, കണ്ടീഷൻ ഫോൾസ് ആയാൽ പോലും ഒരു പ്രാവശ്യം എന്തായാലും വർക്ക് ചെയ്യും. അതാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ഇതിൽ നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്,
ലൂപ്പ് തന്നിട്ട് അതിന്റെ കോമ്പണൻസ് എഴുതുക എന്നുള്ള പാറ്റേൺ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ പാറ്റേൺ പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് 2024 ഫൈനൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഒരു ലൂപ്പ് വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഒന്ന് അതിന്റെ ഔട്ട്പുട്ട് ചോദിക്കുന്നുണ്ട്, രണ്ടാമതായിട്ട് ഈ ഇനീഷ്യലൈസേഷൻ ഏതാ, ടെസ്റ്റ് എക്സ്പ്രഷൻ ഏതാ, അപ്ഡേറ്റ് ഏതാ, ബോഡി ഏതാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മക്കളെ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? വളരെ സിമ്പിൾ ആണ് അല്ലേ. i = 1 തുടങ്ങി i ≤ 5 വരെ പോകും, i++ അങ്ങനെയൊക്കെയാണ് പോകുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ വരിക? നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് ഞാൻ അവിടെ വരച്ചു തരാം. i = ആദ്യം തുടങ്ങുന്ന 1 എന്നിട്ട് ഈ കണ്ടീഷൻ നോക്കും, 1 <5. യെസ്, ഓക്കെ ആണെങ്കിൽ ബോഡി വർക്ക് ചെയ്യും അല്ലെ. സി ഔട്ട് i എന്ന് പറയുമ്പോൾ ഇപ്പം 1 ആണ്, ഇപ്പൊ 1 ഔട്ട്പുട്ട് ചെയ്യും. അത് മാത്രമല്ല /t കൂടെ ഔട്ട്പുട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ /t എന്ന് പറഞ്ഞാൽ ഒരു ടാബ് സ്പേസ്, അതായത് 1 പ്രിന്റ് ചെയ്തിട്ട് കുറച്ച് സ്പേസും കൂടെ പ്രിന്റ് ചെയ്യും. ലൂപ്പ് അവസാനിച്ചാൽ നേരെ ഇറങ്ങി അങ്ങ് പോകില്ല, i++ അല്ലെ അപ്ഡേറ്റ് ചെയ്തിട്ട് വീണ്ടും വർക്ക് ചെയ്യും. അങ്ങനെയാണ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ i++ പറഞ്ഞാൽ i എത്രയാവും? 2 ആവും. എന്നിട്ട് വീണ്ടും കണ്ടീഷൻ നോക്കും, 2 <5 ആണോ? ആണ്. ആണെങ്കിൽ വീണ്ടും iയും പ്രിന്റ് ചെയ്യും, /t പ്രിന്റ് ചെയ്യും. i ഇപ്പൊ 2 ആണ്, 2 പ്രിന്റ് ചെയ്യും, കുറച്ച് സ്പേസും പ്രിന്റ് ചെയ്യും അല്ലെ. ലൂപ്പ് അവസാനിച്ചാലോ i++ ചെയ്യും, i എത്രയാവും? 3 ആവും. എന്നിട്ട് വീണ്ടും കണ്ടീഷൻ നോക്കും, 3 <5 ആണോ? യെസ്. ആണെങ്കിൽ വീണ്ടും i പ്രിന്റ് ചെയ്യും, i ഇപ്പൊ 3 ആണ്, 3 പ്രിന്റ് ചെയ്യും, കുറച്ച് സ്പേസും പ്രിന്റ് ചെയ്യും. അതിനുശേഷം എന്താ, ലൂപ്പ് അവസാനിച്ച i++ ചെയ്യും, i എത്രയാവും? 4 ആവും. മക്കളെ കണ്ടീഷൻ ശരിയല്ലേ? യെസ്, 4 <5 ശരിയാണ്. അപ്പൊ വീണ്ടും ബോഡി വർക്ക് ചെയ്യും, iയും പ്രിന്റ് ചെയ്യും, /t പ്രിന്റ് ചെയ്യും. i ഇപ്പൊ 4 ആണ്, 4 പ്രിന്റ് ചെയ്യും, കുറച്ച് സ്പേസും പ്രിന്റ് ചെയ്യും. ആൻഡ് ലൂപ്പ് അവസാനിച്ച i++ അതിന്റെ വാല്യൂ 5 ആവും. 5 അല്ലെങ്കിലും ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ ഉണ്ടല്ലോ. അപ്പൊ 5 < 5 കണ്ടീഷൻ ഓക്കെ ആണ്. അപ്പോഴും ബോഡി വർക്ക് ചെയ്യും. സി ഔട്ട് i എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ ഇപ്പൊ 5 ആണ്, 5 പ്രിന്റ് ചെയ്യും, ഒരു സ്പേസ് പ്രിന്റ് ചെയ്യും. ഇത്രയുമാണ് ഇതിന്റെ ഔട്ട്പുട്ട്. പക്ഷെ ഇത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നു മനസ്സിലാക്കണം. ലൂപ്പ് അവസാനിച്ച i++ ഒന്നും കൂടെ ചെയ്തു നോക്കും അല്ലെ. അതിന്റെ വാല്യൂ ഇവിടെ ഞാൻ നേരത്തെ മാറ്റാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. i++ ഒന്നും കൂടെ ചെയ്തു നോക്കും. അതായത് iന്റെ വാല്യൂ 5 മാറി എത്രയാവും? 6 ആവും അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, iന്റെ വാല്യൂ ജസ്റ്റ് ഇമാജിൻ, iന്റെ വാല്യൂ എത്രയാവുകയാണ്? iന്റെ വാല്യൂ എത്രയാവാണ്? 6 ആവുകയാണ്. അപ്പൊ നിങ്ങൾ പറ, ഈ കണ്ടീഷൻ ശരിയാവും? അതിന്റെ വാല്യൂ 6 ആയ ഈ കണ്ടീഷൻ ശരിയാവോ? 6 < 5 ആണോ? അല്ല. അപ്പൊ പിന്നെ ഈ ലൂപ്പ് വർക്ക് ചെയ്യൂല. അപ്പൊ ഈ ലൂപ്പിന്റെ ഔട്ട്പുട്ട് എന്താന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ, 1 2 3 4 5. പക്ഷെ വെറുതെ ഇങ്ങനെ അടുപ്പിച്ച് എഴുതി വെക്കരുത്, അതിന്റെ ഇടയിലൊക്കെ ഒരു ടാബ് സ്പേസും കൂടെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് 1 മാർക്കിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം ഇതിൽ ഇനീഷ്യലൈസേഷൻ ഏതാന്നുള്ളതാണ് അല്ലെ. ഇതിൽ നമുക്കറിയാം i = 1, ഇതാണ് നമ്മളെ ഇനീഷ്യലൈസേഷൻ അല്ലെ. ടെസ്റ്റ് എക്സ്പ്രഷൻ ഏതാ? i < 5. അവിടെ നിന്നാണ് നമ്മൾ കണ്ടീഷൻ നോക്കുന്നത്. അപ്പൊ i < 5 എന്ന് പറയുന്നതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. അപ്ഡേറ്റ് ഏതാ? അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് i വെച്ചിട്ടല്ലേ. i ആണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. അപ്പൊ അത് അപ്ഡേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടുന്നാണ് i++. അപ്പൊ അതാണ് അപ്ഡേറ്റ്. ബോഡി കാണാൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഈ ഓപ്പണിംഗ് നോക്കുക, ക്ലോസിംഗ് നോക്കുക, അതിന്റെ ഉള്ളിലുള്ളതാണ് ബോഡി. ഓക്കെ, അപ്പൊ ഇതായിരിക്കും നമ്മുടെ ബോഡി. ഓക്കെ, ബോഡി എന്ന് പറയുന്നത് ഏതായിരിക്കും? ബോഡി എന്ന് പറയുന്നത് ഇതായിരിക്കും കേട്ടോ. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഓരോന്ന് ആൻസർ എഴുതുമ്പോൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് i = 1, ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് i < 5, ആ രീതിയിൽ എന്ത് ചെയ്താൽ മതി, എഴുതി കൊടുത്താൽ മതി. ഓക്കെ അല്ലേ. ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇത് മുന്നേത്തെ ഒരു എക്സാമിന് ചോദിച്ചാണ്, ഞാൻ ഇയർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു ലൂപ്പ് വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, അതിൽ ഇനീഷ്യലൈസേഷൻ ഏതാ, ടെസ്റ്റ് എക്സ്പ്രഷൻ ഏതാ, ബോഡി ഏതാ, അപ്ഡേറ്റ് ഏതാന്നൊക്കെ. അപ്പൊ മക്കളെ ഒന്ന് പറഞ്ഞേ, ഇതിൽ ഏതായിരിക്കും? ഈ ലൂപ്പിൽ കൗണ്ട് = 1 എന്ന് പറയുന്നതായിരിക്കും ഇനീഷ്യലൈസേഷൻ അല്ലെ. കൗണ്ട് ആദ്യം 1 ആക്കുന്നതാണ് ഇനീഷ്യലൈസേഷൻ. ഇവിടെ കൗണ്ട് വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. കൗണ്ട് 1 ആക്കി, കൗണ്ട് < n നോക്കി, കൗണ്ട് കൂട്ടി, സമ്മിന്റെ കൂടെ കൗണ്ട് കൂട്ടി, ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി എന്താണ് നമ്മുടെ ടെസ്റ്റ് എക്സ്പ്രഷൻ? കൗണ്ട് < 1 സിമ്പിൾ ആണ്. കൗണ്ട് < n എന്ന് പറയുന്നതാണ് നമ്മളെ ടെസ്റ്റ് എക്സ്പ്രഷൻ. അങ്ങനെയാണ് ബോഡി കാണാൻ വളരെ സിമ്പിൾ ആണ്. ഇതാണ് അല്ലെ, ഓപ്പണിങ്ങിന്റെ ക്ലോസിംഗിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളത്, ഇതായിരിക്കും കേട്ടോ ബോഡി. അപ്പൊ ഇത് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ഇതാണ് ബോഡി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഏതാ? ഇതല്ലേ, കൗണ്ട് ++ അല്ലേ. അപ്പൊ കൗണ്ട് ++ ആയിരിക്കും. കൗണ്ട് ++ അല്ലെ. കൗണ്ട് ആണ് നമ്മളെ ലൂപ്പ് കൺട്രോൾ ചെയ്യുന്ന വാരിയബിൾ. അത് അപ്ഡേറ്റ് ചെയ്യുന്ന പാർട്ടാണ് അതിന്റെ അപ്ഡേറ്റ്. അപ്പൊ സാറേ, നിങ്ങൾക്ക് ഒരു ഡൗട്ട്, ഇതിന്റെ പുറത്തുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഇതെന്താ? ഇതൊന്നുമല്ല, ഇത് ലൂപ്പിന്റെ ഭാഗമല്ല, ലൂപ്പിന്റെ പുറമേ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നിങ്ങൾക്കറിയാലോ, ഇപ്പൊ കൗണ്ട് 1 മുതൽ n വരെ പോയിട്ട് ഓരോ പ്രാവശ്യവും സമ്മും കൗണ്ടും കൂട്ടി സമ്മിലേക്ക് സ്റ്റോർ ചെയ്ത് ഈ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യോ അത്രയും പ്രാവശ്യം വർക്ക് ചെയ്തിട്ട് നമുക്കൊരു ഫൈനൽ സമ്മ് കിട്ടുമല്ലോ. ആ സമ്മ് പുറത്ത് വന്നിട്ട് ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഭാഗം ലൂപ്പിന്റെ ഭാഗമല്ല. നോക്ക്, ലൂപ്പ് ഇവിടെ തുറന്നു, ഇവിടെ അവസാനിച്ചു. അതിന്റെ പുറത്തുള്ള സാധനം ഒരിക്കലും ആ ലൂപ്പിന്റെ ഭാഗമല്ല.
ഓക്കെ അല്ലേ? യെസ് മക്കളെ, അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ കണ്ടത്. ഇത് 2021 ഇംപ്രൂവ്മെന്റ് എക്സാം. അപ്പൊ നോക്ക്, ഈ പാറ്റേൺ ഉറപ്പാണ് നിങ്ങളെ ഫൈനൽ എക്സാമിന് ലാസ്റ്റത്തെ 30ാമത് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഫോർ ലൂപ്പോ വൈൽ ലൂപ്പോ ആയിരിക്കും അവർ തരിക. എന്നിട്ട് ഒന്നുകിൽ നിങ്ങളോട് അതിന്റെ ഔട്ട്പുട്ട് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് ഇതിൽ ലൂപ്പിന്റെ ഓരോ എലമെന്റ്സും ഏതൊക്കെയാ, കമ്പോണൻസ് ഏതൊക്കെയാ, ഇനീഷ്യലൈസേഷൻ ഏതൊക്കെയാ, അപ്ഡേറ്റ് ഏതൊക്കെയാ, ടെസ്റ്റ് എക്സ്പ്രഷൻ ഏതൊക്കെയാന്ന് ചോദിക്കും. എല്ലാന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന വേറൊരു സാധനമാണ്, കണ്ടോ? വേറെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഈ ഒരു കോഡ് തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് വൈൽ ലൂപ്പ്. അതായത് ഉറപ്പിച്ചോ, ഒരു ഫോർ ലൂപ്പോ വൈൽ ലൂപ്പോ തന്നിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. ഒന്നുകിൽ അതിനെ ഔട്ട്പുട്ട് എഴുതാനായിരിക്കും, അല്ലെങ്കിൽ അതിനെ മാറ്റാനായിരിക്കും. ഐ മീൻ ഫോർ ലൂപ്പ് ആണെങ്കിൽ വൈൽ ലൂപ്പ് ആക്കാനായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഓരോ കോമ്പണൻസ് എഴുതാനായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. കണ്ടോ, ഈ ഒരു ലൂപ്പിന് എങ്ങനെയാ മക്കളെ വൈൽ ലൂപ്പ് ആക്കി ചെയ്താൽ ഒന്ന് പറഞ്ഞേ, എങ്ങനെയായിരിക്കും വൈൽ ലൂപ്പ് ആക്കി ചെയ്താൽ? യെസ്, വെരി സിമ്പിൾ ആണ് അല്ലേ? അതായത് വൈൽ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കണ്ടീഷൻ കൊടുക്കും. അതായത് നമ്മൾ അങ്ങനെയാ പഠിച്ചത്. വൈൽ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമുക്ക് കണ്ടീഷൻ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ടോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, വൈലിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും അല്ലെ, ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ കണ്ടീഷനൊക്കെ ശരിയായ ഉള്ളിൽ വന്നാൽ എന്താ ചെയ്യുക? സി ഔട്ട് അല്ലെ, ആ സ്റ്റേറ്റ്മെന്റ് അല്ലേ വർക്ക് ചെയ്യുക. അപ്പൊ ഞാനത് അതേപോലെ എഴുതുകയാണ്. സി ഔട്ട് എന്താണ്, ആദ്യം തന്നെ സ്ലാഷ് എന്നാ പ്രിന്റ് ചെയ്യുന്നത്. അതായത് ആദ്യം തന്നെ ന്യൂ ലൈനിലേക്ക് പോകും, എന്നിട്ട് എന്നും കൂടെ പ്രിന്റ് ചെയ്യുന്നുണ്ട്, ഐയും കൂടെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലെ? കണ്ടീഷൻ ശരിയായാൽ ഇതല്ലേ ചെയ്യുക. ഇത് ചെയ്താൽ ലൂപ്പ് അവസാനിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? I++. ചെയ്തിട്ടല്ലേ വീണ്ടും കണ്ടീഷൻ നോക്കുള്ളൂ. അപ്പൊ ആ ഒരു സാധനത്തിനാ ++i എന്ന് പറയുന്ന അല്ലെ, ആ ഒരു അപ്ഡേഷൻ ഉണ്ടല്ലോ, അതവിടെ കൊടുത്താൽ മതി. ഈ ലൂപ്പിന്റെ ബോഡി നിങ്ങൾ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ എന്തോ ഒരു സാധനം മിസ്സിംഗ് ഇല്ലേ? ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ആയിട്ടുണ്ടോ? ഇല്ല. ഈ ആള് ആയിട്ടില്ല അല്ലെ? I=1. ഈ ഇനീഷ്യലൈസേഷൻ എവിടെ കൊടുക്കും? വൈൽ ലൂപ്പ് ആകുമ്പോൾ ആ സാധനത്തിന് തൊട്ട് മേലെ എവിടെയെങ്കിലും ഒന്ന് കൊടുത്താൽ മതി, I=1. ഇപ്പൊ എന്തായി? ഈ ഫോർ ലൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈൽ ലൂപ്പായി. ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. 3 മാർക്കാണ് കേട്ടോ. ഇത്രയും കോഡ് നിങ്ങൾക്ക് കിട്ടുക 3 മാർക്കാണ്. സ്ഥിരം ചോദിക്കുന്ന പാറ്റേൺ ആണ്. എപ്പോഴും കോമ്പണൻസ് തന്നെ എക്സ്പെക്ട് ചെയ്യണ്ട. ചിലപ്പോൾ ആ ലൂപ്പിനെ മാറ്റി വൈൽ ലൂപ്പ് ഒക്കെ ആക്കി എഴുതാനായിരിക്കും ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാ, കണ്ട, അടുത്ത ചോദ്യം ഒന്നും കൂടി ഉണ്ട്. റൈറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് ദി അബോവ് കോഡ്. മക്കളെ, ഈ കോഡിന്റെ ഔട്ട്പുട്ട് എന്താണെന്നും കൂടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ട്. എന്തായിരിക്കും ഈ കോഡിന്റെ ഔട്ട്പുട്ട്? നമുക്ക് നോക്കാം അല്ലെ. അതായത് ആദ്യം തന്നെ ഐ എന്താക്കുന്നു? 1 ആക്കുന്നു. കണ്ടീഷൻ നോക്കുന്നു, 1<5 അല്ലെ. ഇത് സിമ്പിൾ അല്ലേ? കണ്ടീഷൻ ഓക്കെ ആണ്, ഉള്ളിൽ വന്ന് സി ഔട്ട് സ്ലാഷ് n എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കർസർ ഉള്ളതെന്നുണ്ടെങ്കിൽ അടുത്ത ലൈനിലേക്ക് പോകും, അത്രേ ഉള്ളൂ. അടുത്ത ലൈനിൽ പോയിട്ട് ഐ പ്രിന്റ് ചെയ്യും. ഐ എത്രയാ? 1. അപ്പൊ അടുത്ത ലൈനിലായിരിക്കും 1 പ്രിന്റ് ചെയ്യുക. ലൂപ്പ് അവസാനിച്ചാൽ I++ ആവും. ഐ എത്രയാവും? 2 ആവും. 2<5 ഓക്കെ ആണ്. അപ്പോഴും പുതിയ ലൈനിൽ പോകും, ഐ പ്രിന്റ് ചെയ്യും. പുതിയ ലൈനിൽ പോയിട്ട് ഐ പ്രിന്റ് ചെയ്യുന്നതാണ്, പുതിയ ലൈനിൽ പോയിട്ട് 2 പ്രിന്റ് ചെയ്യും. അതായത് നേരത്തെ നമ്മൾ 1 2 3 4 5 നിരത്തിയല്ലേ കൊടുത്തേ, /t കൊടുത്തിട്ട് ടാബ് സ്പേസ് വന്നിട്ടുണ്ട്. അതിന് പകരം ഇവിടെ പുതിയ ലൈനിലേക്ക് പോകും. ലൂപ്പ് അവസാനിച്ചാൽ I++, ഐ എത്രയാവും? 3 ആവും. 3<5 ഓക്കെ ആണ്. അപ്പോഴും പുതിയ ലൈനിൽ ആദ്യം അല്ലെ, സി ഔട്ട് സ്ലാഷ് എന്ന് പറഞ്ഞാൽ പുതിയ ലൈനിൽ പോകും. അപ്പോൾ പുതിയ ലൈനിൽ വന്നിട്ട് ഐ പ്രിന്റ് ചെയ്യും. ഐ എന്ന് പറഞ്ഞാൽ 3 ആണ്. ലൂപ്പ് അവസാനിച്ചു, I++, ഐയുടെ വാല്യൂ 4 ആവും. 4<5 ഓക്കെ ആണ്. ഉള്ളിൽ വരും, വീണ്ടും പുതിയ ലൈനിൽ പോകും, ഐ പ്രിന്റ് ചെയ്യും. പുതിയ ലൈനിൽ പോകും, ഐ പ്രിന്റ് ചെയ്യും. ഐ 4 ആണ് അല്ലെ. ലൂപ്പ് അവസാനിച്ചു, I++, ഐയുടെ വാല്യൂ 5. 5 ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു 5 ആണ്. അപ്പൊ കണ്ടീഷൻ ഓക്കെ ആണ് അല്ലെ. പുതിയ ലൈനിൽ പോകും, ഐ പ്രിന്റ് ചെയ്യും. പുതിയ ലൈനിൽ പോയിട്ട് ഐ പ്രിന്റ് ചെയ്താണ് 5 പ്രിന്റ് ചെയ്യും. ലൂപ്പ് അവസാനിച്ചു, ഇറങ്ങി പോകാനായിട്ടില്ല. I++ ചെയ്ത് നോക്കും. I++ ചെയ്താൽ 6 ആണ് അതിന്റെ വാല്യൂ ആവുക. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 തെറ്റല്ലേ? അപ്പൊ ഇനി ഉള്ളിൽ വന്നിട്ട് ബോഡി വർക്ക് ചെയ്യൂല. അപ്പൊ ഈ ലൂപ്പിന്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് 1 2 3 4 5 എന്ന് പുതിയ പുതിയ ലൈൻസിലായിരിക്കും വരിക. ഇത് ഇങ്ങനെ തന്നെ എഴുതണം. നേരത്തെ ഇങ്ങനെ എഴുതിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പകുതി മാർക്കൊക്കെ കിട്ടുള്ളൂ കേട്ടോ. കാരണം ആദ്യം തന്നെ പുതിയ ലൈൻ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം പുതിയ ലൈൻ വരുന്നുണ്ട്, /n വരുന്നുണ്ട്. /n സി ഔട്ട് കൊടുത്താൽ ന്യൂ ലൈനിലേക്ക് പോകുന്നുള്ളത് മനസ്സിലാക്കുക. മക്കളെ, ഫസ്റ്റ് ചാപ്റ്ററിൽ സ്ഥിരം ചോദിക്കുന്ന പാറ്റേൺ ആണ്. ഷുവർ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. അവരും ചാനലിലേക്ക് വരട്ടെ. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വീഡിയോന്റെ താഴെ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ വന്നാൽ മതി. നമ്മളെ വാട്സപ്പ് ചാനൽ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആക്റ്റീവായിട്ട് കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം നമ്മളെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ ഒരുപാട് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. എക്സാം കൂടുതൽ അടുക്കുന്തോറും കൂടുതൽ കാര്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിൽ സാർ ഇന്ന കാര്യങ്ങൾ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ബോക്സ് വഴി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ചെയ്യുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? മാക്സിമം ഷെയർ ചെയ്യുക. അത്രയൊക്കെയാണുള്ളത്. താങ്ക് യു സോ മച്ച്.